ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു നാടൻ ചന്തയിലാണ്. അപ്പോൾ ഫ്രഷായിട്ട് അതത് വീടുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറികളാണ് കൊണ്ടുവന്ന് വിൽക്കുന്നത്. ഇത് മഞ്ഞൾ കിലോയ്ക്ക് 25 രൂപയാണ് പറയുന്നത്. പിന്നെ ചുമന്നുള്ളി കിലോയ്ക്ക് 35. അപ്പോൾ 2 കിലോ 70 എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചിലപ്പം ആ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഈ ചില സമയത്ത് ഈ നെല്ലിക്കയൊക്കെ എപ്പോഴും ഒന്നും ഉണ്ടാവാറില്ല, വല്ലപ്പോഴും കൂടെ ഇങ്ങനെ കിട്ടാറുള്ളൂ. ഇങ്ങനെല്ലാം ഓരോ പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കും. എല്ലാം 10 രൂപ അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 1/2 കിലോ ഉണ്ടാവും, ചിലപ്പോൾ 1/4 കിലോ, ചിലപ്പോൾ 3/4 കിലോ അങ്ങനെ ഉണ്ടാവും ശരിക്കും. പക്ഷേ എന്താണെങ്കിലും ഫ്രഷ് ആയിരിക്കും കേട്ടോ. അതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. ഇതിനകത്തുള്ള ഈ ചെറിയ ഈ വഴുതനങ്ങ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പം അത് ഫ്രൈ ചെയ്തെടുത്താലും നല്ല പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വെന്ത് കിട്ടും. നന്നായിട്ട് അത് ടേസ്റ്റ് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഈ മുള്ളങ്കി തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കും. അത് കാരണം മുള്ളങ്കി എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തായിരുന്നു. 1 കിലോയ്ക്ക് അവർ 15 രൂപയാണ്, 30 രൂപയായിരുന്നു. എനിക്ക് 15 രൂപയ്ക്ക് ഞാൻ 1/2 കിലോ എടുത്തത്. അങ്ങനെ എനിക്ക് അത് കൊണ്ടിട്ട് 2 ടൈപ്പിൽ റെസിപ്പീസ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ എടുത്തത്. പിന്നെ എപ്പോഴും ക്യാരറ്റൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഒന്നിനും അങ്ങനെ വലിയ വിലയൊന്നും പറയാറില്ല. വല്ലപ്പോഴും കൂടെയാണ് 1/4 കിലോയ്ക്ക് 20 രൂപ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കിലോ 80 രൂപ എന്നുള്ള കണക്കിന്. പിന്നെ തക്കാളി എപ്പോഴും തന്നെ അവിടെ ഭയങ്കര ചീപ്പായിട്ടാണ് കാണാറ്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം 20 രൂപയാണ് പറയണത്. ഇത് കൊണ്ടുപോയിട്ട് ഇവർ കുറേ ഇത് ഉണ്ടാക്കി അങ്ങ് തക്കാളി തൊക്ക് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. പിന്നെ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയും നല്ലപോലെ ഉണ്ട്. മിക്കവാറും എല്ലാം അവരവരെ പറമ്പുകളിലുള്ളത് തന്നെയാണ്. പച്ചക്കറികളെല്ലാം മല്ലിയിലയും എല്ലാവരും നട്ട് വളർത്തും. പിന്നെ ഈ മുള്ളങ്കിയുടെ ചീര അവർ നല്ലപോലെ കറി വയ്ക്കും കേട്ടോ. അതുകൊണ്ടാണ് ചീരയോടുകൂടി തന്നെ വന്നിരിക്കണം. ബീട്രൂട്ടൊക്കെ വലിയ ബീട്രൂട്ടായിരുന്നു, അതാണ് ഞാൻ കയ്യിലെടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കണേ. പിന്നെ ഈ സാധനങ്ങളെല്ലാം 20 രൂപ വെച്ചിട്ടാണ് അവരെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് പെരുംജീരകം വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് പച്ച കളർ കൂടുതൽ തോന്നിയതുപോലെ തോന്നിയതുകൊണ്ട് ഞാനത് നന്നായിട്ട് 4-5 കഴുകിയിട്ടാണ് ഞാനൊന്ന് അത് വീട്ടിൽ ഉപയോഗത്തിനെടുത്തത്. അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാം തന്നെ നമ്മൾ അങ്ങനെയാണല്ലോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് തന്നെ വരാറുണ്ട്. അപ്പം നമുക്ക് വേറെ എങ്ങും പോയി വാങ്ങണമെന്നില്ല. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇതേ ആ കണ്ടില്ലേ, നാഴി കണ്ടില്ലേ, പിച്ചളയുടെ പഴയ സ്റ്റൈലുള്ളത് അവർ അതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ വളരെ നേരിയതായിരിക്കും കേട്ടോ. അതാണ് ഞാൻ എടുത്ത് കാണണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. ബൈ.